2024 ജൂൺ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി. ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ബി ഇന്ദിരയാണ്. ഉത്തരം. കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് ലഭിച്ച കഥാകാരൻ. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് പുരസ്കാരം ലഭിച്ച കഥാകാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം എം മുകുന്ദനാണ്. മുകുന്ദൻ. അടുത്തത്, രാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത്. ഐക്യരാഷ്ട്രയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത് മേജർ രാധിക സെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത്. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം. കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കൈമിറയാണ്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴിയാണ് ഉത്തരം. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. ഇനി കേരള നിയമസഭയുടെ സെക്രട്ടറി ആര് എന്നതാണ് ചോദ്യം. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായ നടി ആര് എന്നതാണ് ചോദ്യം. 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായ നടി ആര് എന്ന് ചോദിച്ചാൽ ഷീലയാണ്. ഉത്തരം 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായ നടി ഷീല. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നാടകമായി തിരഞ്ഞെടുത്ത നാടകം. ഉത്തരം മണികർണികയാണ്. ഉത്തരം മണികർണിക. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ്. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. OV വിജയൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. OV വിജയൻ പുരസ്കാരം ലഭിച്ചത് AP രാമനുണ്ണി, അതുപോലെ V ഷിനിലാൽ, ജിൻഷ ഗംഗ. KP രാമനുണ്ണി, V ഷിനിലാൽ, അതുപോലെ ജിൻഷ ഗംഗ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ഇനി പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരൻ ഹരോൾഡ് വിൻഡർ പേരിൽ നൽകുന്നതാണ് പ്രസ്തുത പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ ലഭിച്ചത് ആർക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KG പൗലോസാണ് ഉത്തരം. 1,00,000 രൂപയാണ് സമ്മാനത്തുക. KG പൗലോസാണ് ഉത്തരം. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് മുഹമ്മദ് മുഷ്താഖാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് മുഹമ്മദ് മുഷ്താഖ്. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ആണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന വേഗത്തിലും സുതാര്യമായി ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ഏത് എന്നാണ് ചോദ്യം.
ഉത്തരം സുരക്ഷാ സോഫ്റ്റ്വെയറാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമായി ലഭ്യമാക്കുന്ന പദ്ധതി സുരക്ഷാ പദ്ധതിയാണ് സുരക്ഷാ സോഫ്റ്റ്വെയർ. ഭിന്നശേഷിക്കാരുടെ വിവര ശേഖരണത്തിന് സാമൂഹ്യ നീതി വകുപ്പ് തയ്യാറാക്കുന്ന പ്രചാരണ പദ്ധതി ഏത്? ഭിന്നശേഷിക്കാരുടെ വിവര ശേഖരണത്തിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രചാരണ പദ്ധതിയുടെ പേര് തന്മുദ്ര. ഉത്തരം തന്മുദ്രയാണ് ഉത്തരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തത് നിതിൻ ജന്ദാറിന്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തത് ജസ്റ്റിസ് ജിതിൻ ജന്ദാറിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇനി NC മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. ഇനി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മലയാള നടൻ. മോഹൻലാൽ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മലയാള നടൻ മോഹൻലാൽ. 2024 ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് സലിംകുമാർ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര് എന്നാണ് ചോദ്യം. സോജൻ ജോസഫാണ് ഉത്തരം. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി നിയമിതനായത് ഗുർചരൺ സിംഗ്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി നിയമിതനായത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ആണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. അതിലാദ്യത്തെ ചോദ്യമാണ് ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി നിയമിതനായത് ഗുർചരൺ സിംഗ്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, കാൻ ചലച്ചിത്രമേളയിൽ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായൽ കപാഡിയാണ്. ഇനി കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്തയാണ്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്തയാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് അനസൂയ സെൻഗുപ്ത. ദ ഷെയിംലെസ് ആണ് ചിത്രം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. അതിനു മുമ്പ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ കൂടിയാണ് അദ്ദേഹം. ഇനി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. കാമ്യ കാർത്തികേയനാണ്. അടുത്ത കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനൻറ്റ് ഉപേന്ദ്ര ദ്വിവേദി. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ. ഏതെന്നാണ് ചോദ്യം. രുദ്ര M11 ആണ്. വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന പുതിയ മിസൈൽ. ഐക്യരാഷ്ട്രസഭയിൽ യുഎനിൽ ഇന്ത്യയുടെ മുഖമായി മാറിയിരുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. രുചിര കാംബോജ് ആണ് ഉത്തരം. മികച്ച സംവിധാനത്തിനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ
ആർക്ക് പുരസ്കാരം ലഭിച്ചത്? മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം ലഭിച്ചത് ഷമീർ ഭരതന്നൂരിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സുനിത വില്യംസ് മൂന്നാമതും ബഹിരാകാശ യാത്ര നടത്തുകയുണ്ടായി. അവർ ഉപയോഗിച്ചിരുന്ന പേടകത്തിൻ്റെ പേര്, സുനിത വില്യംസ് ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിച്ച പേടകം ഏത്? സുനിത വില്യംസ് തൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിച്ച പേടകത്തിൻ്റെ പേര്. ഉത്തരം ബോയിങ് സ്റ്റാർലൈനറാണ് ഉത്തരം. ബോയിങ് സ്റ്റാർലൈനർ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. ഉത്തരം അഗ്നിബോണാണ് ഉത്തരം. അഗ്നിബോൺ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിജയകരമായി പരീക്ഷിച്ചത്. ഇനി ആണവായുധങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആണവായുധങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ാം സ്ഥാനം. ആണവായുധങ്ങളുടെ ശേഖരണത്തിന് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ാം സ്ഥാനം. 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭർത്തൃഹരി മേഹ്താബാണ്. 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഭർത്തൃഹരി മേഹ്താബ്. ഇനി ലോക്സഭ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. ബൽറാം താക്കറിന് ശേഷം തുടർച്ചയായി 2ാം വട്ടം സ്പീക്കറാകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായി 2ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തിയാണ് അദ്ദേഹം, ഓം ബിർള. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അരുണാചൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പ്രേമ ഖണ്ഡുവാണ്. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത് പേമ ഖണ്ഡു. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹേമന്ത് സോറൻ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയതും ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ആ ബോംബിൻ്റെ പേരാണ് സെബെക്സ് 2 ആണ് ആ ബോംബിൻ്റെ പേര്, സെബെക്സ് 2. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കിയ പേടകം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ആദിത്യ L1 എന്ന പേടകമാണ് L പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥം പൂർത്തിയാക്കിയത്. ആദിത്യ L1 എന്ന പേടകമാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ഭ്രമണം പൂർത്തിയാക്കിയ പേടകം. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും റെയിൽവേ ഒരുക്കിയ പദ്ധതി. റെയിൽവേ ഒരുക്കിയ പദ്ധതിയാണ് വാർ റൂം. റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തലൻ എന്ന പദവി സമ്മാനിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തലൻ ബഹുമതിക്ക് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇനി ലോക കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഒരാമത്തെ ചോദ്യം, 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായത്. ഉത്തരം പായൽ കമ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമേജ് ആസ് ലൈറ്റ് ആണ് ചിത്രം. ഇനി 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയ്റോസ് ആണ് കൃതി. ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എർപ്പൻ ബെക്കിൻ്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ മിഖായൽ ഹോഫ്മാനാണ് ഈ അവാർഡിന് അർഹനായത്. ഇനി പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ: 1 അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളാണ് പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത്. കുവൈറ്റിൻ്റെ
പുതിയ കിരീടാവകാശിയുടെ പേര്. കുവൈറ്റിൻ്റെ പുതിയ ഈ കിരീടാവകാശിയുടെ പേര്. കുവൈറ്റിൻ്റെ പുതിയ കിരീടാവകാശിയുടെ പേരാണ് ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ്. ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹാണ് കുവൈറ്റിൻ്റെ പുതിയ കിരീടാവകാശിയായി ചുമതലയേറ്റത്. മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോം. ക്ലോഡിയ ഷെൻബോമാണ് 200 വർഷത്തിലേറെ ചരിത്രത്തിൽ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മെക്സിക്കോയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആദ്യ മരണം സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി ബാധിച്ച് ആദ്യം മരണം സ്ഥിരീകരിച്ച വകഭേദം ഏത് എന്നാണ് ചോദ്യം. മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ച വകഭേദമാണ് H5N2. H5N2 ആണ്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റ്. സ്റ്റാർഷിപ്പ് റോക്കറ്റ്. ഇനി ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം 2018 ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ. സിറിൽ റാമഫോസയാണ്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിയിൽ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പെഗ്മിലയിൽ ആരംഭിക്കുകയുണ്ടായി. അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് കെയർ സ്റ്റാമറാണ്. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് ഗവർണറായി ചുമതലയേറ്റത്. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായത്. ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായി ചുമതലയേറ്റത് റേച്ചൽ റീവ്സ് ആണ്. റേച്ചൽ റീവ്സ് ആണ് ഉത്തരം. റേച്ചൽ റീവ്സ്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 2024 പുരുഷ IPL കിരീടം സ്വന്തമാക്കിയത്. 2024 പുരുഷ IPL കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം സ്വന്തമാക്കിയത്. 2024 പുരുഷ IPL കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, തോൽപ്പിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ചൂടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ചൂടിയത് മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ചൂടിയത് മാഞ്ചസ്റ്റർ സിറ്റി. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലി. ഇന്ത്യൻ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും ആയിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം സുനിൽ ഛേത്രിയാണ്. അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. ഇനി തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത്. തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സാത്വിക് സായിരാജ്, റിങ്കി റെഡ്ഡി, അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി സഖ്യത്തിനാണ് തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറിയിൽ 400 മീറ്റർ ഇനത്തിൽ സ്വർണം നേടിയത് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരിയാണ് ദീപ്തി ജീവൻജി. ദീപ്തി ജീവൻജിയാണ് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കാറ്റഗറി 800 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. വനിതാ സിംഗിൾസിൽ 492 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV സിന്ധുവാണ്. ഇന്ത്യയുടെ വനിതാ ബാഡ്മിൻ്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധുവാണ് വനിതാ സിംഗിൾസിൽ
452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസാണ് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ ഡബിൾസിൽ കിരീടം നേടിയത് US-ൻ്റെ കൊക്കോ ഗാഫ് കാതറിന സിനിയാകോവ സഖ്യത്തിന്. US-ൻ്റെ കൊക്കോ ഗാഫ് കാതറിന സിനിയാകോവ സഖ്യം. 2020 ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് നേടിയത്. 2020 ക്രിക്കറ്റിൽ ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണ്. ഇനി 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് സഹിൽ ചൗഹാൻ. എസ്റ്റോണിയൻ താരമായിട്ടുള്ള സഹിൽ ചൗഹാനാണ്. 27 പന്തിലാണ് അദ്ദേഹം സെഞ്ചുറി തികച്ചത്. ട്രെൻറ്റ് ബോൾട്ട് ക്രിക്കറ്റ് താരം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രെൻറ്റ് ബോൾട്ട് ക്രിക്കറ്റ് താരം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ന്യൂസിലാൻഡ് താരമാണ് ട്രെൻറ്റ് ബോൾട്ട്. അദ്ദേഹം അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. ഇനി 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റുകൾ നേടിയ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടി ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഫെർഗൂസണാണ്. ന്യൂസിലാൻഡിൻ്റെ കളിക്കാരനാണ് ഫെർഗൂസൺ. ന്യൂസിലാൻഡ് താരമാണ് ഫെർഗൂസൺ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ ദിവ്യ ദേശ്മുഖാണ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. ഫിൻലാൻഡിൽ നടന്ന പാവനൂർമി ഗെയിംസിൽ ജാവലിംഗ് ത്രോയിൽ ഇന്ത്യയുടെ വേണ്ടി സ്വർണം നേടിയത്. ജാവലിംഗ് ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ് ഉത്തരം. ഇനി 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. 7 റൺസിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ചൂടിയത്. ഇന്ത്യയുടെ രണ്ടാമത്തെ 2020 ലോകകപ്പ് കിരീടമാണിത്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ഗൗതം ഗംഭീർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ഗൗതം ഗംഭീർ. പ്രധാന മരണങ്ങളാണ് പറയുന്നത്. ഇബ്രാഹിം റൈസി ആണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇറാൻ പ്രസിഡൻ്റായിരുന്നു ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡൻ്റായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഈ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് രഘുനന്ദൻ ശ്രീനിവാസ് അന്തരിക്കുകയുണ്ടായി. രഘുനന്ദൻ ശ്രീനിവാസാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പണ്ഡിറ്റ് താരാനാഥ് ബന്ധപ്പെട്ട മേഖല ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഖ്യാത സരോജ് വാദകനാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ഇനി അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് ബന്ധപ്പെട്ട മേഖല. അദ്ദേഹം രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയിട്ടുള്ളയാളാണ് അസീർ ജവഹർ തോമസ് ജോൺ സിംഗ്. ഇനി തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലി അടുത്ത കാലത്ത് വിമാനാപകടത്തിൽ മരിക്കുകയുണ്ടായി. ഇനി ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ.
ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിക്കുകയുണ്ടായി. വില്യം ആൻഡേഴ്സ്. ഇനി തമ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ശ്രീധരൻ ചമ്പാട്ടാണ്. അദ്ദേഹം അന്തരിക്കേണ്ടത്. ശ്രീധരൻ ചമ്പാട്ടാണ് തമ്പിൻ്റെ കലാകാരൻ എന്നറിയപ്പെടുന്നത്. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പി തങ്കപ്പൻ നായരാണ്. അന്തരിക്കേണ്ടത്. പി തങ്കപ്പൻ നായരാണ് കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. ഇനി ഡൊണാൾഡ് സദർലാൻഡ് ബന്ധപ്പെട്ട മേഖല. വിഖ്യാത കനേഡിയൻ നടനാണ് ഡൊണാൾഡ് സദർലാൻഡ്. ഇനി ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്താണ് റോബർട്ട് ടൗൺ. അദ്ദേഹം അന്തരിക്കുന്നത്. റോബർട്ട് ടൗൺ ആണ് ഉത്തരം. അദ്ദേഹം അന്തരിക്കേണ്ടായി. ഇനി മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസമീസ് കവിയാണ് ബിബുൽ റെയ്ഗനാണ്. അദ്ദേഹം അന്തരിക്കേണ്ടായി. ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായിരുന്നത് ജോൺ ലാൻഡോ ആണ് ഉത്തരം. ജോൺ ലാൻഡോ. ഇത്രയുമാണ് ജൂൺ ജൂലൈ മാസത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി, നമസ്കാരം.